ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിനി പോൾ. ഞാൻ വിനയ്. അപ്പൊ എന്നത്തെയും പോലെ എല്ലാവർക്കും കുക്ക് ടു കുക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലെ പോലെ പേരിടാത്ത ഈവനിങ് സ്നാക്ക് അല്ല, പേരുള്ള ഈവനിങ് സ്നാക്ക് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് എല്ലാ പേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആ സ്നാക്ക് ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട പേരുകൾ ഇട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സ്നാക്കിന് നമ്മൾ പേരിട്ടിട്ടുണ്ട് ചീസ് സ്റ്റഫ്ഡ് ഓനിയൻ റിങ്സ്. പേര് കേൾക്കുമ്പോൾ ആരും ഞെട്ടണ്ട, വളരെ സിമ്പിൾ ആണ്. ഒനിയനും ചീസും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതിന്റേത്. അപ്പോൾ ഒനിയനും ചീസും പിന്നെ കുറച്ച് കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കണ്ടാലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ആദ്യം നമ്മൾ 2 സവാള എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയാണ്. അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുക. ഇനി നമുക്കിത് കുറച്ച് കട്ടിയോട് കൂടെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ റിങ്സും സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ആ സവാളയിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം റിങ് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചീസ് സ്ലൈസ് കട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ എടുത്തിരിക്കുന്ന സവാള റിങ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിങ്സ് അറേഞ്ച് ചെയ്യാം. ഒരു വലിയ റിങ്ങും അതിന് സ്യൂട്ടായിട്ടുള്ള തൊട്ടടുത്ത സൈസ് കുറഞ്ഞിട്ടുള്ള റിങ്ങും കൂടെ വെച്ച് അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ചീസ് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ റിങ്സും ചീസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിൽ 2 മുട്ട എടുത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ സൈഡുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായി പൊടിച്ചെടുക്കുക. കൈകൊണ്ട് പൊടിക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ബ്രെഡ് നന്നായി പൊടിയണം, നമുക്കിതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൈദ മിക്സും എഗ്ഗും ബ്രെഡ് പൗഡറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കണം. അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓനിയൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഓനിയൻ റിങ്സും ഇതുപോലെ ആദ്യം മൈദ മിക്സിൽ, പിന്നെ എഗ് മിക്സിൽ, പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പൗഡറിലും മുക്കിയെടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ എഗ് മിക്സിലും ബ്രെഡ് പൗഡറിലും മുക്കിയെടുത്തിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്.
ഇതുപോലെ ഓരോ റിങ്സും നമ്മൾ മൈദ മിക്സിലും എഗ് മിക്സിലും ബ്രെഡ് പൗഡറിലും മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ റിങ് എണ്ണയിൽ നന്നായി മുങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എണ്ണ മേലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. ഇപ്പം ഞാനിവിടെ എല്ലാ റിങ്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈവനിങ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. മെയിൻ ആയിട്ട് ഉള്ളിയാണ് വേണ്ടത്. പിന്നെ മൈദ, എഗ്ഗ്, ചീസ് ആൻഡ് ബ്രെഡ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹായ്, ഞാൻ ഷിനി പോൾ. ഞാൻ വിനയ്. അപ്പോ എന്നത്തെയും പോലെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നല്ല എന്നത്തെയും പോലെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ്. ഒനിയൻ റിംഗ് അല്ല, ചീസ് സ്റ്റഫ്ഡ് ഓണിയൻ റിംഗ്സ്. ചീസ് സ്റ്റഫ്ഡ് ഓണിയൻ റിംഗ്സ്. ആ കോൺഫ്ലവർ ഒക്കെ നിങ്ങൾ വീട്ടിൽ, കോൺഫ്ലവർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്രയൊന്നും വേണ്ട അല്ലേ? അങ്ങനെ അറിയാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേരിടാത്ത ഈവനിങ് സ്നാക്ക് അല്ല. ഈ സ്നാക്കിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. തെറ്റി, ഞാൻ പിന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മൾ എന്തായാലും ഇതുവരെ പേരിട്ടിട്ടില്ല ആ സ്നാക്കിന്. പിന്നെന്താ പേരിടാനേ നമ്മൾ ഇട്ടൂലോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഈസി ആയിട്ട് ഈവനിങ് നമുക്ക് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന